ഹായ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഋഷി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ദുബായ് ലൈബ്രറിയാണ് കേട്ടോ. റാഷിദ് ലൈബ്രറി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈബ്രറിയാണത്. നമ്മളിവിടെ 2 പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയതാണ്. നമുക്ക് ലൈബ്രറി കയറാൻ പറ്റിയില്ല. അത് നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൺഡേ വന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു സൺഡേ ഒക്കെ അലൗഡാണ്. പക്ഷെ അന്ന് സൺഡേ ഹോളിഡേ ആയിരുന്നു. പിന്നെ ഒരു ഫ്രൈഡേ വന്നു. ഫ്രൈഡേയും നമുക്ക് അന്ന് കയറാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ശേഷം അവർ ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയില്ല ഇത് ഇന്ന് ഓപ്പണാണോ എന്താണെന്നുള്ളത്, നമുക്ക് കടത്തുമോ എന്നും അറിയില്ല. കാറുകളൊക്കെ പാർക്കിങ്ങിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കാണിച്ചിടാം നിങ്ങൾക്ക് അവിടുത്തെ വിശേഷം. ഈ വഴി നമ്മളിങ്ങനെ നേരെ നടക്കുന്നത് ലൈബ്രറിയിലേക്കാണ് കേട്ടോ. അതായത് കാണുന്നതാണ് ലൈബ്രറി. ഇതിങ്ങനെ ഈ 2 ഭാഗം ഇങ്ങനെ പുഷ് പോലെ നിർത്തിയിട്ടുള്ള റോഡുണ്ട്. ഈ റോഡ് ഇങ്ങനെ നേരെ നടന്നത് അവിടേക്ക് നമുക്ക് എത്തും. ഇതേ കണ്ട, ഇന്ന് നല്ല വെയിൽ. ആൾക്കാരൊക്കെ അത് കണ്ട് നടന്ന് വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ പോണേ ഉള്ളൂ. അത് കാണുന്നതാണ് ലൈബ്രറി. അങ്ങനെ നമ്മൾ ലൈബ്രറിയുടെ ഏറ്റവും ഫ്രണ്ട് പോർഷനിലേക്ക് എത്തിയിട്ടോ. ഇതേന നല്ല മനോഹരമായ റോഡ്. ഇതിപ്പോൾ നല്ല വേനൽക്കാലമായ കാരണം കേട്ടോ ഈ ചെടികളൊക്കെ ഇങ്ങനെ വാടിയ പോലെ നിൽക്കണത്. അല്ലെങ്കിൽ അവിടെയൊക്കെ നിറച്ച് നല്ല പൂക്കളുള്ള ചെടികളൊക്കെ വെക്കും ഇവർ. ഇതിപ്പോൾ നല്ല വേനലല്ല, നല്ല ചൂടാണ്. എന്നിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈബ്രറി. അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഇതന്നെ ലൈബ്രറി. നമ്മൾ അടുത്തെത്തി. ഇതാണ് ലൈബ്രറിയുടെ. ഇത് ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. RTയുടെ ബസ്സൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ലൈബ്രറിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ ബസ് വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ലേ, ഞങ്ങൾ മെട്രോയിൽ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. C04 എന്ന് പറയുന്ന ബസ് നേരെ നമ്മുടെ ലൈബ്രറിയുടെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. ഇതാണ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം വീഴുന്നതൊക്കെ ആയിട്ട്. ഫൗണ്ടൻ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയ ഇങ്ങനെ സ്റ്റെപ്പിമേ കൂടെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. വേണ്ട, അപ്പുറത്തും ഉണ്ട് ഇതുപോലെ തന്നെ. കിളികൾക്കൊക്കെ സുഖമാണ്. നല്ല വേനൽക്കാലമല്ലേ, വെള്ളം കുടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് കാണാം. ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ലൈബ്രറിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ മണി 6:30 എന്നാലും വെയിലിന് ഒരു കുറവില്ല. അപ്പോൾ നമുക്ക് കാണാം. ഡോർ ഓപ്പൺ ആണ്. ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ള ഡോറാണ്. ഇതിന് ലൈബ്രറിയുടെ ഉൾഭാഗമാണ് കേട്ടോ. എനിക്കറിയില്ല ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ, നോക്കാം നമുക്ക്. ഈ ലൈബ്രറിയിൽ സൈലൻസ് ആണ്. നമുക്കറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വർത്താനം പറയില്ല. ഇതൊക്കെ ബുക്സാണ് കേട്ടോ. നോക്കിയ റാക്ക്. അശ്വതിയും കിട്ടും കൂടി ആ റാക്കിൻ്റെ അടുത്തുള്ളൂ. ഇതേപോലെ ഇപ്പുറത്തും ഒരു വലിയ റാക്കുണ്ട്. കണ്ടോ, ലിഫ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും മുകളിലേക്ക് വരെ പോവാം. ഓരോ ഫ്ലോറാണ് തോന്നുന്നുണ്ട്. ഇത് ചിൽഡ്രൻ ലൈബ്രറിയാണ്. കണ്ടോ, ചിൽഡ്രൻ ലൈബ്രറി. കിട്ടും വെച്ചൊക്കെ ഇതിലുണ്ട്. ചിൽഡ്രൻ ലൈബ്രറിയിൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിട്ടും വെച്ചും അവരെ ബുക്സ് സെർച്ച് ചെയ്യുന്നുണ്ട്. കിഡ്സ് ലൈബ്രറി, അപ്പോൾ കംപ്ലീറ്റ് കിഡ്സ് ബുക്സാണ്. ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്, സ്റ്റോറി ബുക്ക്. ഇത് വെച്ചു എന്നിട്ട് വായിക്കാൻ വന്നിരിക്കുന്നുണ്ട്. കിട്ടും ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു റോബോട്ട് ഉണ്ട്. ഈ റോബോട്ടിൻ്റെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റോബോട്ട് പോയിട്ട് നമുക്ക് ബുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുതരും. ബുക്ക് ഏതാണ് സൈൻസിലെ ഓർഡറിൻ്റെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് കിട്ടും അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോബോട്ട് നമുക്ക് എടുത്ത് കൊണ്ടുതരും ബുക്ക് കൊണ്ടുവന്ന്. കണ്ടോ, റോബോട്ട് കിട്ടും നോക്കുന്നുണ്ട് നന്നായിട്ട്. സെർച്ച് ചെയ്യാൻ കുറച്ച് ടൈം വേണം. അത് ലോഡിങ് കാണിക്കണേ. കണ്ടോ, പ്ലീസ് വെയിറ്റ്. കണ്ടോ,
റോബോട്ട് എന്തോ സെർച്ച് ചെയ്യാണ്, അതിങ്ങനെ കുമ്പിട്ട് നിൽക്കുക. റോബോട്ട് നമ്മുടെ ബുക്ക് എന്തോ കാണിക്കേണ്ടത്. നെറ്റ്വർക്ക് എന്തോ ഇതുണ്ട്, അത് കാരണമാണ് കുറച്ച് സമയം പിടിക്കും. എന്നെ തന്നെ നോക്കി നിൽക്കുക. ഇത് അടിച്ചു കൊടുത്ത ബുക്കില്ലേ, ആ ബുക്കിനെ കുറിച്ചിട്ട് അത് കംപ്ലീറ്റ് ബുക്ക് ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ അതേ ആ ബുക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സെയിം. ഓക്കെ, ഇവിടെ ഇങ്ങനെ സ്റ്റഡി റൂംസ് ഉണ്ട്. നമുക്കിങ്ങനെ ഇരുന്ന് ബുക്സ് എടുത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാം. വെച്ച് അവിടെ ഇരിക്കുന്നു. കോഫി വെച്ചിട്ടുണ്ട് കേട്ടോ, അറബിക് കോഫിയാണ്. നമുക്ക് കോഫി എടുക്കാം. പിന്നെ ഇവിടെ ഈന്തപ്പഴം വെച്ചിട്ടുണ്ടാവും, ഡേറ്റ്സ്, അത് നമുക്ക് എടുക്കാം. ഇതാണ് കോഫി. പക്ഷേ ഇത് നമുക്ക് ഇഷ്ടപ്പെടില്ല, അറബിക് കോഫിയാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ. 8 നിലയുണ്ടെന്നാണ് പറയണത്. അത് 7th ഫ്ലോർ. നമ്മൾ 7th ഫ്ലോറിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 7th ഫ്ലോറിൽ നമ്മൾ പോകണം, എക്സിബിഷൻസ്. പിന്നെ 6th, 5th, 4th, 3rd, 2, 1. ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത്. ചിൽഡ്രൻസ് ലൈബ്രറി, റിസപ്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. എക്സിബിഷൻസ് ഫ്ലോർ. ഇവിടെ ട്രഷേഴ്സ് ഓഫ് ദി ലൈബ്രറി എക്സിബിഷൻ ഇല്ലെന്ന് തോന്നുന്നു എനിക്കിവിടെ. അപ്പോൾ നമ്മൾ എക്സിബിഷൻ ഹാളിലേക്ക് കയറി കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി, കിട്ടൂനും ലച്ചുവിനും കയറ്റില്ല. 12 വയസ്സിൽ താഴെ കുട്ടികളെ കയറ്റില്ല. അപ്പം ഞങ്ങളിത് ഇപ്പം ഇവിടെ കയറാണ്. എക്സിബിഷൻ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തൊക്കെ ഇവരുടെ അറബിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. എന്താ ഖുറാൻ നമുക്ക് നോക്കാൻ വരുന്നത്. ഇവിടുത്തെ പെൻ കേസുകൾ, പെൻ കേസ് നമ്മുടെ ബോക്സൊക്കെ പോയിട്ട്. ഇത് പണ്ടത്തെ നമ്മുടെ ഇങ്ക്വെൽ ട്രേ, മഷി മുക്കി എഴുതില്ലേ നമ്മൾ, സാധനം. നീണ്ടു കിടക്കാണ് കേട്ടോ. മെജോറിറ്റി ഇവരുടെ ഖുറാനും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇത് കണ്ടോ, ഇവരുടെ മാപ്പ്, പണ്ടത്തെ ബുക്കുകളൊക്കെയാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സാധനങ്ങളാണ്. ഏറ്റവും പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഖുറാനുകൾ, അങ്ങനത്തെ ബുക്സ്, മാപ്പുകൾ, അങ്ങനത്തെ ഒക്കെയാണ്. തേനെ കണ്ടോ. ഇത് പെയിൻറ്റിങ്സ്. രാമായണ വാൽമീകി, ഇന്ത്യ 1817 കണ്ടോ, അത് വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഷനാം, ദി ബുക്ക് ഓഫ് കിങ്സ്, അബു അൽ ഖുസൈൻ. പിന്നെ ഇത് ദ ദിവാൻ ഓഫ് മുത്തംബ ആൻഡ് അൽ മുത്തൻബി, പേർഷ്യ. ഇത് ഗെഞ്ചി മണങ്ങാട്ടി റസ്കി, ജപ്പാൻ. നന്നായിട്ടുണ്ട്. ഡോൺ ഗിച്ചോട്ടി. ഇത് പിന്നെ നമ്മുടെ ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ. ഇതാരാ, ഇസൈസ് മൈക്കൽ ഡി മൊണേക്കി. ഇത് ദിവാനിയ കൊമേഡിയ, വെനീസ്. ഇപ്പത്തെ സൈഡിൽ ഇവരുടെ നാല് പേര്. ഇത് നമ്മൾ എസ്കലേറ്ററിൽ 6th ഫ്ലോറിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ 7th ഫ്ലോറിലായിരുന്നു, ഇത് നമ്മൾ 6th ഫ്ലോർ. 6th ഫ്ലോറിൻ്റെ ഇൻഫോർമേഷൻ, ഇവിടെ ലൈബ്രറി ഒക്കെയാണ് കംപ്ലീറ്റ്, മുമ്പത്തെ പോലെ തന്നെ. ചെറിയ ചെറിയ ഇങ്ങനെ ലൈബ്രറി, ഈ കബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിരുന്ന് വായിക്കാം. ചെയർ ഇട്ടിട്ടുണ്ട്, നമുക്കിരുന്ന് ഇവിടെ തന്നെ എടുത്തിട്ട് വായിക്കാം.
എല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇരുന്ന് വായിക്കാൻ പറ്റും. അതല്ലേ ബുക്സുകളാണ് ഇവിടെ ഉള്ളത്. 5th ഫ്ലോറിൽ പോകാൻ വിചാരിച്ചു, പക്ഷേ 5th വർക്ക് ചെയ്യുന്നില്ല, അത് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. 4th ഫ്ലോർ പിന്നെ കോൺഫറൻസ് മീറ്റിംഗ് റൂംസ്, അത് കുഴപ്പമില്ല. അഡ്മിനിസ്ട്രേഷൻ ഓഫീസും വേണ്ട, 3rd ഫ്ലോറും വേണ്ട. നമുക്ക് 2 വേണ്ട, സ്റ്റഡി റൂംസ് ആൻഡ് എംപ്ലോയീസ് ഓഫീസേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എത്തി കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ, വർത്താനം പറയാൻ പാടില്ല. ഇവിടെ സ്ക്രീനിൽ കിട്ടുവിനെ കാണാണ്ട് കേട്ടോ, കണ്ടോ? ഞങ്ങളിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് എടുക്കണം. കിട്ടു അടിയിലേക്ക് പോയി സ്ക്രീനിൽ ഇതേനാ, അതാണ് കിട്ടു. സ്ക്രീനിലാണ് കാണുന്നത് കിട്ടുവിനെ, കണ്ടോ? ഞാൻ ഒന്ന് സൂം ചെയ്യാം. ലച്ചു ഓടി വരുന്നത്, ലച്ചു ഓടി പോകുന്നുണ്ട്. ലച്ചും കിട്ടും സ്ക്രീനിൽ നിൽക്കുന്നു, കണ്ടോ? 2 പേരും നിൽക്കുന്നു അവിടെ. അതേനാ 2 പേരും കൂടി ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ നടക്കണേ കേട്ടോ. അതെ, അങ്ങോട്ട് പോയി. ദേന കിട്ടുന്ന ലച്ചു ക്ലിയർ ആയിട്ട് കാണാം. ലച്ചു ഓടി കളിക്കണം. ഒന്ന് പറയൂ, അവിടെ നിൽക്ക, ആ ഫൂട്ടിൻ്റെ അവിടെ നിൽക്കുക. ഇതേനാ, ഓ അത് അടിപൊളിയായിട്ടുണ്ട്. നോക്കി സ്ക്രീനിലാണ് കേട്ടോ ഈ കാണുന്നത് അവരെ 2 പേര്. ഷാർക്ക് പോണു, അത് അടിപൊളിയായിട്ടുണ്ട്. സീഡ് അടിയിൽ പറ്റിയ പോലെ ഈ അവര് കണ്ടോ, 2 പേരും കൂടി. അത് അടിപൊളി ആക്ടിങ് ആയിട്ടുണ്ട് അവരുടെ. തല്ലൂടെന്നാണ് കേട്ടോ, പക്ഷെ ആ മീൻ വരുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അവരിങ്ങനെ, ഓ ഇത് അടിപൊളിയായിട്ടുണ്ട്. കിട്ടുവിന് ചുറ്റും മീൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നല്ല അടിപൊളി സംഭവം. കിട്ടു വലിയ ഷാർക്ക്. സീഡ് അടിയിലെത്തിയപ്പോൾ കിട്ടുവിനെ കാണാനില്ലല്ലോ. വെറുതെ ടോട്ടോയ്സ് പോണു. ഓ ലച്ചു ചെവിയൊക്കെ പൊത്തിയിരിക്കുന്നു, ശരിക്കും മീൻ വന്ന് കൊത്തണം പോലെ ലച്ചുവിന്. വലിയ ഷാർക്ക് വരുന്നു. കിട്ടു കിട്ടു ആ ഫൂട്ടിൻ്റെ അവിടെ നിൽക്കും, ഫൂട്ടിൻ്റെ അവിടെ. അതേ ലച്ചുവിൻ്റെ അടുത്തേക്ക് സ്കൂബ ഡൈവേഴ്സ്. ഓ ഷാർക്കിൻ്റെ വായ പോയി. 2 പേരും ഷാർക്കിൻ്റെ വായ. ഇതേനെ ലച്ചും കിട്ടും കൂടി റോബോട്ട് വന്ന് നിൽക്കുന്നു അവിടെ.
ചന്ദ്രനിലേക്ക്. അപ്പം സ്പേസിലെത്തി. ലക്ഷ്യം കിട്ടും സ്പേസിലാണ് കേട്ടോ. സ്പേസിലെ യാത്ര. പോകുന്നു. ഫ്യൂച്ചർ. ഡിസേർട്ടിലാണല്ലേ ഒരു. ഈ രണ്ടുപേരും കടലിനടിയിലേക്ക് പോകാൻ തോന്നുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇത് അങ്ങോട്ട് പോയി, ലക്ഷ്യം മാത്രം നിൽക്കുന്നത്. ഔട്ട് സൈഡായിട്ട് ഒരു ഭാഗത്തിൻ്റെ ബാക്ക് സൈഡാണ് ലൈബ്രറിയുടെ. ഇവിടെ നിന്നാണ് നമുക്ക് മറ്റേ ക്രീക്ക്, നമ്മുടെ ഇതില്ലേ മാള്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ നമുക്ക് കാണാൻ പറ്റും. അത് കാണുന്നതാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ. ഇതാണ് ലൈബ്രറിയുടെ ഭാഗം. നമ്മൾ അവിടുന്ന് ഒരു വട്ടം നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി കാണാൻ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോട്ട്ബുക്ക് മടക്കി വെച്ച പോലെയാണ് ഈ ലൈബ്രറി. അതെ സോറി, നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച പോലെ അവിടുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, അതിൻ്റെ ഇടയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ എന്തോ ഒരു ലൈറ്റിൻ്റെ എന്തോ സംഭവം ഉണ്ടല്ലോ. അന്ന് എന്തോ ഇവരുടെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെടും. 101 തൂണുകളിൽ ഇവരുടെ എന്തൊക്കെയോ ഖുർആൻ്റെ എന്തൊക്കെയോ എഴുതിയിട്ടുള്ള അറബിക്കിലും ഹിന്ദി എല്ലാ ലാംഗ്വേജും ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഹിന്ദി ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്. ഇത് തജിക് എന്ന് പറയുന്ന ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഇത്. മലയാളം ഇനി എവിടെയാ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഒഡിയ അവരുടെ അതന്നെ അത് എല്ലാ ലാംഗ്വേജസിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അൽ മക്തും ഒക്കെ അൽ മക്തുമിൻ്റെ വചനങ്ങളാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജ്. അതിപ്പോൾ സമ്മറായ കാരണം ഒരു പരിപാടി ഇല്ല. ഇല്ലെങ്കിൽ വൈകിട്ട് 6 മണിയാകുമ്പോൾ നല്ല പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. സ്റ്റേജ് സ്ക്രീൻ വെച്ചിട്ടുണ്ട് അവിടെ ഫുൾ ലൈറ്റിൽ. ഇതാണ് ഓപ്പൺ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റാഷിദ് ലൈബ്രറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വിശേഷങ്ങൾ നല്ല അടിപൊളി ലൈബ്രറി ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ ദുബായിലുള്ളവരൊക്കെ ആണെങ്കിലും ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഹൗസ് വരെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നാണ് രാവിലെ വരികയാണെങ്കിൽ നമുക്ക് വൈകിട്ട് വരെ ഈ ചൂടുകാലത്ത് കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ ഇവിടെ ദുബായിലുള്ളവരൊക്കെ ആണെങ്കിൽ, പാരൻസ് ഫ്രീ ആണെങ്കിൽ ഒക്കെ രാവിലെ വന്നാൽ വൈകിട്ട് വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല സുഖമാണ്. ഫുഡ് എനിക്കറിയില്ല. അവിടെ മുകളിലൊരു ക്യാൻറ്റീൻ പോലെ കണ്ടു, ഒരു ഹോട്ടൽ പോലെ കണ്ടു. പക്ഷെ നമ്മൾ ഔട്ട് സൈഡ് ഫുഡ് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ മുമ്പ് അവിടെ വെള്ളം കുപ്പി വരെ പുറത്ത് വാങ്ങി വെക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഉള്ളിലേക്ക് കടത്തുന്നില്ല അവർ. അപ്പോൾ കാണാൻ നല്ല രസമാണ്. കുട്ടികളൊക്കെ നല്ല സൈലൻ്റ് ഏരിയ ആണ്. നമുക്ക് ഇരുന്ന് ചിലവരൊക്കെ അവിടെ ലാപ്ടോപ്പ് കൊണ്ടുവന്നിരുന്ന് വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട് എന്തൊക്കെ. പിന്നെ ടാബ് കുട്ടികൾക്ക് നമുക്ക് കിട്ടും. അത് നമുക്ക് അവിടുന്ന് ബോറോ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമുക്കത് എത്ര മണിക്കൂർ വേണമെങ്കിലും അത് ബോറോ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. നല്ല അടിപൊളി ഫെസിലിറ്റിയാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക.